നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL സോക്കോൾഡ് വമ്പന്മാരെയൊക്കെ അവരുടെ മടയിൽ കയറി വെട്ടുന്ന പണി ഇപ്പോൾ RCB ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കുക, എന്താ സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച, ഇന്നലെയല്ല അതിന് മുമ്പത്തെ ഞായറാഴ്ച, ചപ്പോക്കിൽ പോയിട്ട് 5 ടൈം ചാമ്പ്യൻസായ CSKക്ക് പണി കൊടുത്തിട്ടാണ് RCB വന്നത്. ഇപ്പോൾ ഇന്നലെ അതായത് മറ്റൊരു ഞായറാഴ്ച മറ്റൊരു 5 ടൈം ചാമ്പ്യൻസിന് വാങ്കഡയിൽ പോയിട്ട് അവരുടെ മടയിൽ പോയിട്ട് പണി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ അല്ലെങ്കിലും RCB മികച്ച രൂപത്തിൽ ബൈക്ക് മേലെ ആധിപത്യം പുലർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 2025 വാങ്കഡയിൽ അവർ MIയെ തോൽപ്പിച്ചിരുന്നു. 2026 അത് വീണ്ടും ആവർത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ IPL RCBയും MIയും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടിയ മത്സരങ്ങൾ നോക്കുക, 8 കളികൾ നോക്കുക, അതിൽ 6 എണ്ണവും വിജയിച്ചത് RCB ആണ്. തീർച്ചയായിട്ടും RCBയുടെ ആ ഒരു ഡൊമിനൻസ് വളരെ വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഇന്നലെ വളരെ കൃത്യമായിട്ട് രജത് പട്ടിദാർ തൻ്റെ ടീമിൻ്റെ മുന്നേറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞത് ഫീൽസ് അമേസിങ്. തീർച്ചയായിട്ടും വാങ്കഡയിൽ പോയിട്ട് വിജയിച്ചതിനെ കുറിച്ച് പറയുകയാണ്. ഫീൽസ് അമേസിങ്. ഇവിടെ മുംബൈയിൽ ഈ ഗ്രൗണ്ടിൽ വരുമ്പോൾ ഈ അറ്റ്മോസ്ഫിയർ, ഫാൻസ്, ഇതെല്ലാം വലിയ സന്തോഷമുണ്ടാക്കുന്നതാണ്. ഫുള്ളി പാക്ക്ഡ് സ്റ്റേഡിയം, ഇറ്റ്സ് എൻ അമേസിങ് ഫീലിംഗ്. പിന്നെ ഓരോ ഇൻഡിവിജ്വലിനും എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന കാര്യത്തിൽ കൂടുതൽ ക്ലാരിറ്റി ഉണ്ട്. സോൾട്ടും വിരാടും ചേർന്ന് ആരംഭിച്ച രീതി, സ്റ്റാർട്ട് ചെയ്ത രീതി, അതിനുശേഷം ഒരു കളക്റ്റീവ് ടീം എഫേർട്ടാണ് ഞങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. പിന്നെ എല്ലാവരും എന്നെക്കുറിച്ച് പറയുന്നത് സ്പിന്ന് കളിക്കാൻ ഞാൻ നല്ലതാണെന്നാണ്. പക്ഷേ ഞാൻ പേസ് ബൗളിങ്ങിനെയും നന്നായിട്ട് നേരിടാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഏതായാലും വിരാട് ഓക്കെയാണ്, പ്രശ്നങ്ങളില്ല എന്നുകൂടി രജത് പട്ടിദാർ പറഞ്ഞത്. വിരാടിന് ആ ഒരു ആംഗിൾ ഇഷ്യൂസ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അദ്ദേഹം ഓക്കെയാണ് എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ കൂടി രജത് പട്ടിദാർ നൽകുന്നു. ഏതായാലും ഫിൽ സാൾട്ടാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ആയത്. ഫിൽ സാൾട്ട് പറഞ്ഞത് ഫ്യൂ ഹൈസ് ആൻഡ് എ ലോട്ട് ഓഫ് ലോസ് ആൻഡ് യു കനോട്ട് റൈഡ് ബോത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ ഫോമിനെ കുറിച്ച് പറയുകയാണ്. ഏതായാലും കഴിയാവുന്ന അത്ര ക്രിസിൽ നിൽക്കുക, സ്കോർ ചെയ്യുക, അതായിരുന്നു ലക്ഷ്യം വെച്ചത്. ഇവിടുത്തെ ചില ഗ്രൗണ്ടുകൾ അത്ര ബൗളർ ഫ്രണ്ട്ലി അല്ല. സോ ഓപ്പോസിഷൻ്റെ നേരെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സോ യു കനോട്ട് ഗെറ്റ് റൺസ് എനി ഗെയിം, നോ വൺ ക്യാൻ. സോ ട്രൈ ടു സീ ഇഫ് ഐ ക്യാൻ ഇമ്പാക്ട് ദി ഗെയിം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. എല്ലാ കളിയിലും എല്ലാവർക്കും അങ്ങനെ റണ്ണടിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. കഴിയാവുന്നത്ര കളികളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ താൻ ശ്രമിക്കുന്നു എന്ന് ഫിൽ സാൾട്ട് പറയുമ്പോൾ അത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് RCBയെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും RCB ഇപ്പോൾ കുതിച്ചു പായുന്ന ഒരു കാഴ്ചയാണ്. ആ ഒരു കളി തോറ്റു, അതിപ്പോൾ വൈഭവ് സൂര്യവംശി എല്ലാവർക്കും പണി കൊടുക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഒരു കളി തോറ്റു എന്നതൊഴിച്ചാൽ വീണ്ടും ഫോമിലാണ്. 4 കളികൾ 3 വിജയം, 6 പോയിന്റ്, 1.148 നെറ്റ് റൺ റേറ്റിൽ അവർ 3ാം സ്ഥാനത്ത് പോകുന്നു. മികച്ച രൂപത്തിൽ തന്നെയാണ് ടൈറ്റിൽ ഡിഫെൻഡിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.